ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ 2500 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. താഴെ 1250, മേളിൽ 1250. ഇത് വെറും 10 കൊല്ലം മാത്രമേ പഴക്കമായിട്ടുള്ളൂ. പിന്നെ അതുപോലെ അതിൻ്റെ മുന്നിൽ തന്നെ ഒരു പഴയ ഒരു വീടുമുണ്ട്. ഇതെല്ലാം കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു 11 സെൻറ്റ് സ്ഥലത്തിലാണ്. ബാക്കി ഒരു ഫ്രണ്ടിൽ കാണുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ്. അതായത് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പാർട്ടീഷൻ തിരിച്ചിട്ട് റെൻറ്റിന് കൊടുത്തതാണ്. ഈ പഴയ വീട് റെൻറ്റിന് കൊടുത്തതാണ്. അതുപോലെ തേർഡ് ഫ്ലോർ ഇനി നിങ്ങൾക്ക് പണിയണമെന്നുണ്ടെങ്കിൽ അത് അപ്രൂവലായി കിടക്കണേ. അതിൻ്റെ പേപ്പർ വർക്കൊന്നും നിങ്ങൾ ചെയ്യേണ്ട, എല്ലാം ക്ലിയർ ആയി കിടക്കണേണ്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ പാലാരിവട്ടം ഫ്ലൈ ഓവർ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത്. ഫ്ലൈ ഓവർ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, പാലാരിവട്ടം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്നായിക്കോട്ടെ, തിരുവനന്തപുരത്ത് നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ വരാപ്പുഴ സൈഡിൽ നിന്നായിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഒരു സെൻറ്ററാണ് കൊച്ചിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് വേറെ 200 മീറ്റർ മാത്രമേ ഈ പ്ലോട്ടിലേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു പഴയ വീട് പൊളിച്ച് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കൂടി 2 കാർ വരാനുള്ള സ്പേസ് കിട്ടും ഈ വീട്ടിലേക്ക്. ഇപ്പുറത്തെ സൈഡ് എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ട, ആ ബിൽഡിംഗ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് 2 കാർ കയറാനുള്ള ഒരു സ്പേസ് കിട്ടും. ഇപ്പുറത്തേക്കുള്ള പോർഷൻ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഡോക്ടറൊക്കെ ആണെങ്കിൽ ഒരു ക്ലിനിക്ക് പണിതിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് പുറകിൽ തന്നെ താമസിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനോ ഓഫീസോ എന്താ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ കൊച്ചിയിൽ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ്. അതവിടെ അങ്ങനെ ഒരു ബിൽഡിംഗ് പണിതാൽ ബാക്കി നിങ്ങൾക്ക് 2 കാർ കയറാനുള്ള സ്പേസ് ഇപ്പുറത്ത് കിട്ടുന്നതായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് പറഞ്ഞാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ പറഞ്ഞു പറയേണ്ടതെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പുതിയ വീട്ടിൽ താഴത്ത് ഓണർ താമസിക്കുന്നതാണ്. പുതിയ വീടിൻ്റെ അകത്ത് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്, കിച്ചൺ ഉണ്ട്, ഹാളുണ്ട്, ഡൈനിങ് റൂം, ലിവിങ് റൂം. അതുപോലെ ഇപ്പോൾ മേളിൽ പാർട്ടീഷൻ തിരിച്ചേക്കണേണ്. അതിൽ ഒരെണ്ണത്തിൽ ഹാള്, ഡൈനിങ് റൂം, 1 ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ. പിന്നെ മറ്റേ പോർഷൻ ഹാള്, ലിവിങ് റൂം, 2 ബെഡ്റൂം ഉണ്ട്. അതിന് പക്ഷേ കോമൺ ബാത്റൂമാണ്, പിന്നെ കിച്ചൺ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞാൽ നല്ലൊരു റെൻറ്റ് കിട്ടുന്ന ഒരു സാധ്യത തന്നെയാണ്. നിങ്ങൾക്ക് എടുത്തിട്ട് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നല്ലൊരു റെൻറ്റ് കിട്ടുന്ന ഒരു സാധ്യത ഉണ്ട്. കാരണം ഈ ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണല്ലോ. ഇതിന് മൊത്തത്തിൽ ഈ 11 സെൻറ്റിലിരിക്കുന്ന ഈ 2 ബിൽഡിങ്ങുകളും ഈ പ്ലോട്ടെല്ലാം കൂടി ചോദിക്കുന്നത് 3.5 കോടി രൂപയാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 സെൻറ്റ് സ്ഥലമായിട്ടും അദ്ദേഹം കൊടുക്കുന്നതാണ്. അതൊന്ന് കാണിച്ചു തരാം. മറ്റൊരു കാര്യം കൂടി പറയാം. ഇവിടെയാണ് പുതിയ വീടിരിക്കുന്നത്, ഇവിടെ പഴയ വീടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിപ്പോൾ ഒരുമിച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയാം ഈ ഒരു 3 സെൻറ്റ് സ്ഥലത്ത്. ബാക്കി ഇപ്പുറത്തേക്ക് ഒരു 2 വണ്ടി കയറുന്ന സൗകര്യം ഉണ്ടാവും. അതല്ല, ഇവർ ഇതിൻ്റെ ഓണർ ഒരു ഓഫർ കൊടുത്ത് തന്നിട്ടുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ ഈ സ്ഥലം മാത്രമായിട്ട് വിൽക്കാനും പ്ലാൻ ഉണ്ട്. അതായത് 3 സെൻറ്റ് സ്ഥലം മാത്രം, അതായത് ഒരു സെൻറ്റിന് 27 ലക്ഷം വെച്ച് വരും. അങ്ങനെ 3 സെൻറ്റ് സ്ഥലം ഈ ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടും കൊടുക്കാൻ താല്പര്യമുണ്ട്. ഇനി നിങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലം മാത്രം മതിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ പാലാരിവട്ടം ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ പ്രോപ്പർട്ടി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നേരിട്ട് പറയുന്നതാണ്.